ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏലക്ക ചായയുടെ റെസിപ്പി ആയിട്ടാണ്. ഏലക്ക ചായ സിമ്പിളാണല്ലേ, പക്ഷേ കറക്റ്റ് ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയണ്ടേ. അപ്പം നല്ലൊരു ഏലക്ക ചായ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ആദ്യമേ വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇതിലോട്ട് നമുക്ക് 3 വലിയ ഏലക്ക ചതച്ച് ചേർക്കാം. ചെറുതാണെങ്കിൽ 4 എണ്ണം വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർക്കുമ്പോൾ നല്ല കടുപ്പം വരും കേട്ടോ. അധികം കടുപ്പം വേണ്ടാന്നുള്ളവർക്ക് കുറയ്ക്കാം. ഇനി 1 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാത്ത പാലാണ്. തീ മീഡിയത്തിലോട്ട് വെച്ച് കൊടുക്കുക. പാലൊന്ന് തിളച്ച് വരണം. ഇടയ്ക്ക് ഒന്ന് തവി കൊണ്ടൊക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ, അടിയിൽ പിടിക്കരുത്. അപ്പോൾ ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആറ്റിയെടുക്കണം. 7 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ആറ്റിയെടുക്കണം കേട്ടോ. ആറ്റിയെടുത്താലേ ചായക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏലക്ക ചായ റെഡി ആയിട്ടുണ്ട്. ഇത് കുടിക്കുമ്പോൾ തന്നെ ഒരു ഉന്മേഷം കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.